ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്വാറൻറ്റൈനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിനകത്ത് തന്നെയാണ്. ഞാനും വീട്ടിനകത്ത് തന്നെയാണ്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യം ഇപ്പോഴത്തെ അറിയാമല്ലോ, നമുക്ക് എവിടെയും പോയി വ്ളോഗ് ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എന്നിരുന്നാലും ഞാനൊരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. മറ്റൊന്നുമല്ല, ഇതിലെഴുതിയ പോലെ തന്നെ മോട്ടോർ സൈക്കിൾ. യെസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ താരം. ആരാണ്? ഇയാളാണ് നമ്മുടെ താരം, ഹാർലി ഡേവിഡ്സൺ അയൺ 883. അപ്പോൾ ഞാനന്ന് നമ്മുടെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളത്തെ ഒരു അയൺ 883 ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അയണുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത്. നമുക്ക് റൈഡ് ചെയ്യാനൊന്നും പറ്റാത്തൊരു സമയമാണ്. ഇതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അരുണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ റൈഡ് പോകാറുണ്ട്. ഊട്ടി, എല്ലായിടത്തും പോയിട്ടുണ്ട്. ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും ഞാനൊരു അതും എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ എന്താണെന്നും നമുക്കൊന്ന് അറിയാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു ഡോട്ട് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കുറച്ച് ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഇതെല്ലാം കണ്ടോ, ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഹാൻഡിലൊക്കെ വരുന്നത് നല്ല ഹെവി സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും എവിടെയെങ്കിലും തട്ട് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ഡാമേജ് ആകുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. ഇതുവരെ എനിക്കൊന്ന് റീപ്ലേസ് ചെയ്യേണ്ട പോലും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് നോർമൽ ബൈക്കുകളിൽ വരുന്ന പോലെ ചെയിനല്ല, ബെൽറ്റാണ് വരുന്നത്. ഓക്കെ, പിന്നെ അത് പെർഫോമൻസിന് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും ബെൽറ്റ് വന്നുകൊണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ വരുന്ന ഡിസൈനിന് ഈ ഒരു സംഭവം മാറിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു റൗണ്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് പഴയത് ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് 883 എന്നുള്ള മോഡൽ നമ്പറും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ടാങ്കിൻ്റെ മുകളിൽ നല്ല സ്റ്റൈലാക്കിയിട്ട് തന്നെ ഹാർലി ഡേവിഡ്സൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യത്യാസം, ഇത് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒന്ന് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹാർലിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ചേഞ്ച് ചെയ്തതാണ്. ബ്രദർ ഒരു പ്രാവശ്യം കൊണ്ടുപോയി അവനെ തന്നെ ചെയ്ത് കൊണ്ടുവന്നതാണ്, ബ്രദർ എന്നോട് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ അന്ന് കൊണ്ടുപോയിട്ട് അവന് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബാഡ്ജിങ് ഇതും മാറ്റിയിട്ടുണ്ട്. ഇതൊരു ക്രോം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഒരു നോർമലായിരുന്നു, ഇതൊരു ക്രോം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിയറിൻ്റെ മുകളിലെ ലിവറിൻ്റെ മുകളിലും കസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇതും മാറ്റിയിട്ട് ഒരു ക്രോം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ ടോട്ടലി നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തന്നു അത്. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ടാങ്ക് നമുക്ക് കമ്പനി തരുന്ന ടാങ്കിൽ ശരിക്കും ഒരു ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് നമുക്കത് തുറക്കാവുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം കീ കൊടുത്തു. ഇത് രണ്ടാമത് ചെയ്തതാണ്, ഒരു ഹാർലിയിൽ നിന്ന് തന്നെ ചെയ്തതാണ്. ഇതിൻ്റെ മുകളിൽ തന്നെ ബാഡ്ജിങ് ഉണ്ട്, മോട്ടോർ ഹാർലി ഡേവിഡ്സൺ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമുക്ക് കീ ഇട്ടിട്ടേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ, അല്ലാതെ തുറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറേ ദോഷങ്ങളുണ്ട്. നമുക്ക് ഈ കീ ഇല്ലാത്തത് കാരണം ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ചെയ്തത്. ടോട്ടലി ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഹെവിയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്, പേഴ്സണലി ഹെവിയാണ്. ഇപ്പോൾ ബ്രദർ വന്നു കഴിഞ്ഞാൽ അവന് ഊട്ടി, അങ്ങനെ ബ്രദറിൻ്റെ വൈഫിനെയും കൂട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ അവർ പോകാറുണ്ട്. ഇതുവരെ അങ്ങനത്തെ ഒരു എവിടെയെങ്കിലും വഴിയിൽ നിൽക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റാണ് കുറച്ച് നമുക്ക് ബാധ്യതയായിട്ട് വരിക. ബാധ്യത മീൻസ് അങ്ങനെയല്ല, നമുക്കൊരു മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് ഒരു ഫീൽ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ടായിരിക്കാം അത്രയും എമൗണ്ട് വരുന്നത്. ഇതാണ് നമ്മുടെ കൊറോണ അല്ലേ? ഇയാളാണ് നമ്മുടെ പ്രശ്നക്കാരൻ. നമുക്ക് ഇയാളെ നമ്മുടെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? അകറ്റി നിർത്തണം.
അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ബ്രേക്ക് ദ ചെയിനിൽ ഒരുമിച്ച് ചേരുക. നമുക്കെല്ലാവർക്കും നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും അണിചേർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ യജ്ഞത്തിൽ പങ്കെടുക്കാം. ബൈ.